അസ്സലാമലൈക്കും. നമ്മളുള്ളത് പായത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. വട്ടവടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, മൂന്നാർ വട്ടവടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പണിയാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ എത്ര സമയം വേണേലും നിൽക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള, നമുക്കിങ്ങനെ നോക്കി കണ്ടാൽ മനസ്സിലാവും, നമുക്കിങ്ങനെ നോക്കി നോക്കി നിന്നാൽ മടുക്കാത്തൊരു സ്ഥലമാണിത്. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, അവർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ മടുക്കുന്നൊന്നുമില്ല. നമ്മൾ 2 ദിവസത്തേക്കാണ് റൂം എടുത്തിട്ടുള്ളത്. ഇതുവരെ നമുക്ക് അങ്ങനെ മടുപ്പൊന്നും വന്നില്ല. നമുക്ക് ഇനി അതായത് നേച്ചർ ഇഷ്ടമുള്ളവർക്കൊക്കെ എത്ര കാലം വേണേലും നിൽക്കാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ 3 ഹട്ട്സ് ആയിട്ടാണ് ഉള്ളത്. അതായത് ഒന്ന് എ ഫ്രെയിമാണ്. ഇവിടെ നമ്മൾ എടുത്ത റൂം അവിടെയാണ്, ലോഗ് ഹൗസ്, പായത്തോട്ടം ലോഗ് ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു ടെൻറ്റും കൂടെ ഉണ്ട്. നമുക്ക് എടുത്തിട്ടുള്ളത് ഇതാണ്. അവിടെ ഭയങ്കര ബ്യൂട്ടി, എല്ലാ റൂമിനും ഈ ഒരു ബ്യൂട്ടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര രസമാണ് കാണാൻ. എ ഫ്രെയിം എല്ലാം എനിക്ക് തോന്നുന്നു 2 പേർക്കാണ് പറ്റുക. ഒരാളെ എക്സ്ട്രാ എടുക്കാം. മാക്സിമം 3 പേരാണ്. സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് സൈറ്റിലൂടെയാണ്, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ അതും ബുക്ക്ഡാണ്. അതായത് എല്ലാ റൂംസും തോന്നുന്നു ജാനുവരി ഒക്കെ ഏകദേശം ബുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് ഒരു ട്രെക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട്. പിന്നെ ആ ട്രെക്കിങ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പെർ ഹെഡ് ഒരു 300 റുപ്പീസൊക്കെ കൊടുത്താൽ നമ്മൾ ഇവിടുന്ന് ട്രെക്കിങ്ങിന് കൊണ്ടുപോകും. ട്രെക്കിങ് വേറെ ലെവൽ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവിടുന്ന് നമുക്ക് കാണുന്ന വ്യൂസും പിന്നെ ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കുറേ ഒന്നുമില്ല, പക്ഷേ അവിടുന്ന് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിന് നമുക്ക് 2000 റുപ്പീസാണ് 3000 റുപ്പീസാണ് വന്നിട്ടുള്ളത് 1 ഡേക്ക് വിത്ത് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വേർത്തി ആയിട്ട് തോന്നി. നമ്മൾ കാറ് അവിടെ ഉണ്ട്. നമ്മൾ കാറായിട്ടുമാണ് ഇവിടെ ഏറ്റവും വന്നിട്ടുള്ളത്. പക്ഷെ കാർ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് വേർത്തി. നല്ല ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാൾ വേണം ഡ്രൈവ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വട്ടവട ഭാഗത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജീപ്പ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. പിന്നെ നമുക്ക് അവിടെ നിന്നാണ് ഫുഡൊക്കെ കിട്ടുക. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ സൗകര്യമുണ്ട്. അവിടെ കുറച്ച് ചെയേഴ്സും ക്യാമ്പ് ഫയറൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതും എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്കിങ്ങനെ വാവ് മാഷാ അല്ലാ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഭംഗിയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ അതിലൂടെ ആയിരുന്നു ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. വന്ന് ആ മലയൊക്കെ കയറി, അവിടെ ഒരു പാറയൊക്കെയുള്ള മലയാണ്. ആ മലയൊക്കെ കയറി നമ്മൾ ആ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ ഇതിലൂടെയാണ് തിരിച്ചിറങ്ങിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മളെ ഫോണിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. ക്ലാരിറ്റി ഇല്ല എന്നുള്ളതല്ല, പക്ഷേ DSLR ഒന്നും അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഇവിടത്തിനേക്കാളുള്ളത് ആ സൈഡിലൊക്കെ ആയിട്ടാണ്. നമ്മൾ വരുന്ന സമയത്ത് കുറേ ഫ്ലവേഴ്സ് കണ്ട്, നല്ല ഫ്ലവേഴ്സ്. അതായത് നമുക്ക് കാമായിട്ട് നമ്മളുടെ ഒരു സ്ലോ ലൈഫിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയിട്ടുള്ള നല്ലൊരു ആംബിയൻസും നല്ല പീസും. ഇവിടെ 3 റൂമല്ലേ ഉള്ളൂ. അത് 3 റൂമിൽ മാക്സിമം 3 പീപ്പിൾസേ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പറയുക പീസാണ്. ഇവിടെ അങ്ങനെ കുറേ ക്രൗഡ്, കുറേ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രമാണ് ഉള്ളത്. ഇതാണ് നമ്മളുടെ റൂം. ഇവിടെയാണ് നമ്മളുടെ റൂമിലോട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. ഫുഡൊക്കെ ഇവിടെ നിന്ന് തരും. ഉച്ചക്കുള്ള ഫുഡില്ല, ഈവനിങ്ങൊക്കെയുള്ളതും രാത്രിയുള്ളതും ഡേ ടൈം മോർണിംഗ് ഉള്ളതും ആണുള്ളത്. കാരണം നമ്മളുടെ അതായത് ചെക്കിൻ ടൈം എന്ന് പറയുന്നത് 1 മണിയാണ്. സോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വരേണ്ടത്. 1 മണി 2 മണിൻ്റെ ഉള്ളിലൊക്കെ വന്നാൽ മതി. ഫുഡ് കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്.